ഇനി സൗജന്യ ചികിത്സ എല്ലാവർക്കും ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് സാമ്പത്തികമായി പിന്നോക്കമായവർക്കും സർക്കാർ പദ്ധതിയിൽ അംഗമല്ലാത്തവർക്ക് പോലും ഇനി ചികിത്സ ലഭ്യമാകും. ഒരു ആശുപത്രി കേസ് വന്നാൽ നമ്മൾ നേരിടുന്ന വലിയ ചിലവുകളെ കുറിച്ചാണ്. നിരവധി ടെസ്റ്റുകൾ, ഡയഗ്നോസിസ്, മരുന്നുകൾ, ആശുപത്രി താമസം, അഡ്മിഷൻ, റൂം ചാർജുകൾ തുടങ്ങി പല കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പണം ചിലവാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപാട് കാലം സമ്പാദിച്ച പണം ഒരേ സമയം നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഹോസ്പിറ്റലൈസേഷൻ. ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്നാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിലും സർക്കാർ സഹായം ലഭിച്ചാൽ അതാണ് കേരള സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത്. കേരള സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, അതായത് UHC. ഇതിന്റെ ഉദ്ദേശം എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കുക. പണമില്ലാത്തതിനാലോ ഇൻഷുറൻസ് ഇല്ലാത്തതിനാലോ ആരെയും ചികിത്സ നിഷേധിക്കരുതെന്നതാണ് ലക്ഷ്യം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്താണ്, ആർക്കെല്ലാം ഇതിന്റെ ഗുണം ലഭിക്കും, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, നിലവിലുള്ള ആരോഗ്യ പദ്ധതികളുമായി ഇതെങ്ങനെ ബന്ധിപ്പിക്കുന്നു, എന്തെല്ലാം ചികിത്സകൾ ഇതിൽ ഉൾപ്പെടും, ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. കേരളത്തിൽ നിലവിലുള്ള പ്രധാന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് 5 ലക്ഷം വരെ ഇൻഷുറൻസ് കവറേജ്. അടുത്തത് കാരുണ്യ ബെനവലന്റ് ഫണ്ടാണ്. KASP ലഭിക്കാത്തവർക്കായി 2 ലക്ഷം വരെ സഹായം, ചില ഗുരുതര രോഗങ്ങൾക്ക് 3 ലക്ഷം വരെ. അടുത്തത് ആരോഗ്യ കിരണം പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. ഇവയൊക്കെ ഉണ്ടായിട്ടും മിസ്സിംഗ് മിഡിൽ എന്ന വിഭാഗം ആളുകൾക്ക് സഹായം ലഭിക്കാതെ പോകുന്നു. ഇവരാണ് ലോവർ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ, സ്വയം തൊഴിൽ ചെയ്യാത്തവർ, സ്ഥിരമായി ജോലി ഇല്ലാത്തവർ. ഇവർക്ക് സർക്കാർ പദ്ധതികൾ യോഗ്യതയില്ല, പക്ഷെ പ്രൈവറ്റ് ചികിത്സാ ചെലവ് വഹിക്കാനും കഴിയുകയില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഇതിലൂടെ എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കും. വിവിധ ആരോഗ്യ പദ്ധതികൾ ഇന്റഗ്രേഷൻ ചെയ്യും. സ്ക്രീനിംഗ്, പ്രാരംഭ രോഗനിർണയം, ക്രോണിക് രോഗ നിയന്ത്രണം എന്നിവ ഉൾപ്പെടുത്തും. പ്രധാനമായി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പദ്ധതിയുടെ നിബന്ധനകളും യോഗ്യതകളും സമയമനുസരിച്ച് മാറാം. അതിനാൽ ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ പരിശോധിക്കുക. ആർക്കും പണം ഇല്ലാത്തതിനാൽ ചികിത്സ നഷ്ടപ്പെടരുത്. അതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.